ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്റർ പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. പൊതുഭരണം എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ ആദ്യം തന്നെ ഒരു വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു കുറിപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രേഷിതൻ എന്ന് പറഞ്ഞാൽ അയച്ച ആള് സുരേഷ് കുമാർ, അനശ്വര, വഴുതക്കാട്, തിരുവനന്തപുരം. ഇനി സ്വീകർത്താവ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കരമന, തിരുവനന്തപുരം. സർ, വിവരാവകാശ നിയമം 2005 പ്രകാരം താങ്കളുടെ വിദ്യാലയത്തിലെ സ്കൂൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയ ചോദ്യങ്ങൾക്കുള്ള വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം എന്ത് ചെയ്യുന്നത്, ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഇത് സ്കൂളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിവരാവകാശ നിയമപ്രകാരം ഒരു ലെറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി വിവരാവകാശ നിയമം അടിസ്ഥാനമാക്കി സമർപ്പിക്കപ്പെട്ട അപേക്ഷയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ സ്കൂളിൻ്റെ പ്രധാന ചുമതല കുട്ടികൾക്ക് മികച്ച പഠനാവസരങ്ങൾ ഒരുക്കുക എന്നതാണ്. സ്കൂൾ ലൈബ്രറികൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ സ്കൂളിൻ്റെ പ്രധാന ചുമതല എന്താണ്, കുട്ടികൾക്ക് മികച്ച പഠനാവസരങ്ങൾ ഒരുക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് സ്കൂൾ ലൈബ്രറി എന്ന് പറയുന്നത്. സ്കൂളുകൾ പോലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളും അവ നിർവഹിക്കുന്ന ചുമതലകളും താഴെ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, നമുക്കറിയാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്തിനു വേണ്ടിയാണ്, ചികിത്സാ സൗകര്യം ഒരുക്കുന്നുണ്ട്. കൃഷിഭവനാണെങ്കിലോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് കൃഷിഭവൻ. പോലീസ് സ്റ്റേഷനാണെങ്കിൽ ക്രമസമാധാനം പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ പോസ്റ്റ് ഓഫീസ് കത്തിടപാടുകൾ നടത്തുന്ന സ്ഥാപനമാണ്. അങ്ങനെ നിരവധി ഗവൺമെൻറ് സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും നമുക്ക് ചുറ്റുപാടിലും ഉണ്ട്. ഓരോ സ്ഥാപനത്തിനും വ്യത്യസ്തമായ ചുമതലകളാണ് നിർവഹിക്കുന്നതെന്ന് പട്ടികയിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ സ്ഥാപനവും എങ്ങനെയാണ്, അവരുടേതായ ചുമതലകളാണ് നിർവഹിക്കുന്നത്. ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ് ഈ സ്ഥാപനങ്ങളുടെ ചുമതല. ഇനി എന്താണ് പൊതുഭരണം? പൊതുഭരണത്തെക്കുറിച്ച് എൻ ഗ്ലാഡൻ്റെ അഭിപ്രായമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് പൊതുഭരണം? പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. അതാണ് എൻ ഗ്ലാഡൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൊതുഭരണത്തെ വിശകലനം ചെയ്ത് പാശ്ചാത്യ ചിന്തകനായ ഗ്ലാഡൻ്റെ നിർവചനമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇതിൽ നിന്നും പൊതുഭരണത്തിൻ്റെ പ്രധാന മേഖല ഗവൺമെൻറ് ഭരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൊതുഭരണം എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ രാജ്യത്ത് നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ, ഏത് ഗവൺമെൻറ്റാണോ രാജ്യം ഭരിക്കുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത്.
അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും എന്താണ്? പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നു. അപ്പോൾ രാജ്യം നിലവിൽ വന്നത് എപ്പോഴാണോ അപ്പോൾ മുതലാണ് പൊതുഭരണത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഭരണരീതിക്കനുസരിച്ച് പൊതുഭരണത്തിലും വ്യത്യാസങ്ങൾ കാണാം. രാജഭരണകാലത്ത് രാജാവിൻ്റെ താല്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെയായിരിക്കും? ജനങ്ങളുടെ താല്പര്യങ്ങളാണ് പ്രധാനം. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ ജനാധിപത്യം കൂടുതൽ ഫലപ്രദവും അതുപോലെ കാര്യക്ഷമവുമായത് ഏതിലൂടെയാണ്? പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. ഇനി പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം? നൽകിയിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ചില സേവനങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇനി ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കാനുമാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം ഇവിടെ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തിൽ വരുന്നത് ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രാധാന്യം എന്താണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇതൊക്കെയാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇവയാണ് ഏതിൻ്റെ? പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ വാക്കുകൾ നൽകുന്ന സന്ദേശം എന്താണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഭരണത്തിൻ്റെ ഗുണം ലഭിക്കണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്? എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ എന്താണ്? നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് എന്താണ്? നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകും എന്ന് സ്വയം ചോദിക്കുക. ഇതാരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ്. എന്നാൽ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ പരിഗണന അതുപോലെ പരിരക്ഷ ഒക്കെ വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പോൾ പൊതുഭരണം എങ്ങനെ ആവണം? ഈ നമ്മുടെ സമൂഹത്തിലെ പരിഗണനയും പരിരക്ഷയും വേണ്ടവരെ എന്ത് ചെയ്യുക? പരിഗണിക്കുക എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഗാന്ധിജി പറയുന്നത്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അപ്പോൾ ഗാന്ധിജി കൊണ്ടുവന്നൊരു ആശയമാണ് ഇത് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്ത് പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയേറെ സ്വാധീനിച്ചൊരു സംഭവമാണ്. ഇതിൻ്റെ പരിണിത ഫലമായാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. അപ്പോൾ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളിന്ന് കാണുന്ന പഞ്ചായത്ത് അതുപോലുള്ള പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്തത്? രൂപം നൽകിയത്. അതനുസരിച്ച് രൂപം കൊണ്ട തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസിയെക്കുറിച്ചാണ് പറയുന്നത്. ജനക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് വാർത്തകളിലുള്ളത്. ഈ സേവനങ്ങൾ ജനങ്ങൾക്കായി ലഭ്യമാക്കുന്നത് ആരാണ്? അപ്പോൾ ഇവിടെ കുറേ വാർത്തകൾ, സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു, നെൽകൃഷി വ്യാപിക്കാൻ സർക്കാർ, ഇങ്ങനെ കുറച്ച് വാർത്തകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാൻ ആരുണ്ട്? ഒരു ഉദ്യോഗസ്ഥ സമൂഹമുണ്ട്. പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതു ഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ച ഒരു പൊതു ഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്.
ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ പൊതുഭരണ സംവിധാനത്തെ ചലനാത്മകമാക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. പൊതുഭരണ അപ്പം ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവരിലൂടെയാണ്. അപ്പോൾ നമുക്കറിയാം ജനങ്ങളുടെ എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ഈ ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ ആരാ? രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പൊതുവായ ചില സവിശേഷതകളുണ്ട്. അവ താഴെ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ ചില സവിശേഷതകൾ ഏതൊക്കെയാണ്? അതിലൊന്നാമത്തതാണ് ശ്രേണീപരമായ സംഘാടനം. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകളിൽ ഒന്നാമത്തേത് ഏതാണ്? ശ്രേണീപരമായ സംഘാടനം. എന്താണ് ശ്രേണീപരമായ സംഘാടനം അല്ലെങ്കിൽ ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരും തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശ്രേണീപരമായ സംഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഓഫീസിലെ മെയിൻ ഓഫീസർ, അദ്ദേഹത്തിന് താഴെയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശ്രേണീപരമായ സംഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരും തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിക്കാണ് ശ്രേണീപരമായ സംഘാടനം എന്ന് പറയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ രണ്ടാമത്തേതാണ് സ്ഥിരത. എന്താണ് സ്ഥിരത എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനായി നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ഥിരത എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിയമിക്കുന്നത്? നമ്മളിപ്പോൾ PSCയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതാണ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് രാഷ്ട്രീയ നിഷ്പക്ഷത. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ നിഷ്പക്ഷതയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. ലാസ്റ്റ് നമ്മൾ പറയുന്നു വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണലിസം. അപ്പോൾ എന്താണ് വൈദഗ്ധ്യം എന്ന് പറയുമ്പോൾ ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളെ പിടിച്ച് നമുക്കൊരു പൊസിഷനിൽ കൊണ്ടിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഏതൊരു പൊസിഷനിലിരിക്കുന്ന ആളിനും ആ തൊഴിലിൻ്റെതായ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ വൈദഗ്ധ്യം അതാണ്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതയിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മളിവിടെ പറഞ്ഞു? ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം എന്നിവയാണ് എന്തെന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിനുണ്ടായിരിക്കേണ്ട പൊതുവായ സവിശേഷത. ഇനി ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഈ സവിശേഷതകളാണ് ഭരണം സുഗമവും കാര്യക്ഷമവുമാക്കുന്നത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഈ സവിശേഷതകൾ ഉണ്ടായിരിക്കും.
അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും തുടർന്നുള്ള യാത്രകൾ അല്ലെങ്കിൽ തുടർന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണുക. ഇനി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ ഗവൺമെൻറ് സർവീസിലേക്കുള്ള നിയമനത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയാണിത്. തുടർന്ന് മത്സര പരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യരെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെൻറ് ഓഫീസുകളിൽ നിയമിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ് എല്ലാ ഉദ്യോഗസ്ഥരും. അതായത് ഗവൺമെൻറ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ വർഗീകരണം സൂചിപ്പിക്കുന്ന ഒരു ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ സിവിൽ സർവീസിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഉൾപ്പെടുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയിട്ട് തരംതിരിക്കും. അതിൽ ഒന്നാമത്തത് അഖിലേന്ത്യാ സർവീസ്, രണ്ടാമത്തത് കേന്ദ്ര സർവീസ്, മൂന്നാമത്തേത് ഏതാണ്? സംസ്ഥാന സർവീസ്. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഈ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിൽ ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അപ്പോൾ അഖിലേന്ത്യാ സർവീസിൽ ഒരാളെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾ എവിടെയൊക്കെയാണ്? അയാൾക്ക് കേന്ദ്രത്തിലും ജോലി ചെയ്യാം, സംസ്ഥാന സർവീസിലും ജോലി ചെയ്യാം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IAS, IPS, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇതൊക്കെ ഏതിനുദാഹരണമാണ്? അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ്. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണം അല്ലാത്തത് അല്ലെങ്കിൽ ആയത് ഏതെന്നൊക്കെ ചോദിക്കാം. ഇനി കേന്ദ്ര സർവീസും എങ്ങനെയാണ്? ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അപ്പോൾ കേന്ദ്ര സർവീസിൽ നിയമിക്കുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് കേന്ദ്ര സർവീസിലെ അംഗങ്ങളെ നിയമിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ്, അതൊരു കേന്ദ്ര സർവീസ് മാത്രമാണ്. അതുപോലെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ അത് ഒരു കേന്ദ്ര സർവീസാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാം. ഇനി അതുപോലെ സംസ്ഥാന സർവീസിൻ്റെ പ്രത്യേകത എന്താണ്? സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ കേന്ദ്ര സർവീസും അഖിലേന്ത്യാ സർവീസും ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ സംസ്ഥാന സർവീസ് എങ്ങനെയാ? സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അപ്പോൾ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ എന്ത് ചെയ്യുന്നു? ജോലിക്ക് നിയമിക്കപ്പെടുന്നു. ഉദാഹരണം എന്താണ്? സെയിൽസ് ടാക്സ് ഓഫീസർ, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ ഏതാണ്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC ആണ്. അപ്പോൾ നമ്മുടെ UPSCയുടെ പ്രത്യേകത എന്താണ്? കേന്ദ്ര സർവീസിലേക്കും അതുപോലെ അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC ആണ്. കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ UPSCയിൽ അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്കുണ്ട്. ഇനി കളക്ടർ, നിങ്ങൾക്കും കളക്ടറാവാം. എങ്ങനെയാണ്? ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്.
IAS കേഡറിലുള്ളവരെയാണ് കളക്ടറായി നിയമിക്കുക. അപ്പോൾ കളക്ടർ ആവണമെങ്കിൽ എന്താണ്? IAS കേഡറിലുള്ളവരെയാണ് ആരാക്കി നിയമിക്കുന്നത്? കളക്ടറായി നിയമിക്കുന്നത്. ഇതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്നു. അപ്പോൾ IAS കളക്ടറായി നിയമിക്കുന്നതിനായി ഇന്ത്യയിൽ UPSC ആണ് പരീക്ഷ നടത്തുന്നത്. ആ മത്സര പരീക്ഷ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സിവിൽ സർവീസ് പരീക്ഷ എന്നാണ് അറിയപ്പെടുന്നത്. ഏതെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാല ബിരുദമാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. അപ്പോൾ ഒരു IAS ഓഫീസർ ആവണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് എന്ത് നേടിയിരിക്കണം? ബിരുദം നേടിയിരിക്കണം. മത്സര പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽ പെടുത്തി പരിശീലനം നൽകുന്നു. അപ്പോൾ UPSCയുടെ മത്സര പരീക്ഷകളിലൊക്കെ ഉയർന്ന റാങ്ക് നേടിയാൽ എന്ത് ചെയ്യാം? IAS കേഡറിൽ ഉൾപ്പെടുത്തി പരിശീലനം നൽകും. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ഈ UPSC പരീക്ഷയിലൂടെയാണ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അഥവാ PSC ആണ്. ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. അപ്പോൾ UPSC ആണെങ്കിൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. PSCയിലാണെങ്കിൽ ആരാണ്? ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ PSCയും അതുപോലെ UPSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള രണ്ട് സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ നമ്മൾ എന്തെന്ന് പറയും? ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ UPSCയും PSCയും എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ശ്രേണീപരമായ സംഘാടനം ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്ന് ഈ ശ്രേണീപരമായ സംഘാടനം എന്താണ്? ചിലപ്പോഴൊക്കെ ഭരണതലത്തിൽ എന്താണ്? തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത്. ഏതെല്ലാമെന്ന് നോക്കാം. അതിലൊന്നാമത്തതാണ് ഭരണ നവീകരണം. എന്താണ് ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ? ഭരണ നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഭരണ നവീകരണം, ഈ സംവിധാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഭരണ നവീകരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ? ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുന്നു? പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭരണ നവീകരണം എന്ന് പറയുന്നത്. ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാവുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഭരണം കാര്യക്ഷമവും അതുപോലെ ജനസൗഹൃദപരവുമാവുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ദേശീയ തലത്തിലും അതുപോലെ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ ഒന്നാണ് ഇ ഗവേണൻസ്. അപ്പോൾ ഭരണ സുതാര്യമാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നൊരു സംഭവമാണ് ഏതെന്ന് പറയുന്നത്? ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവേണൻസിനെ കുറിച്ച് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി. അപ്പോൾ ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ഈ ഗവേണൻസ്. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ. അപ്പോൾ വേഗത്തിലും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടും എന്ത് ചെയ്യുന്നു? ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെ എത്തുന്ന വിവരങ്ങളാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഈ ഗവേണൻസ്. അപ്പോൾ ഈ ഗവേണൻസിനെ കുറിച്ച് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ നിരീക്ഷണമാണ് നമ്മൾ വായിച്ചത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്.
ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. അപ്പോൾ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി. അപ്പോൾ ഇ ഗവേണൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ സ്കൂളുകൾ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഇ ഗവേണൻസിന് ഉദാഹരണമാണ്. അപ്പോൾ ഇ ഗവേണൻസിന് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? സ്കോളർഷിപ്പുകൾക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ, വിവിധ സ്കോളർഷിപ്പുകൾക്കുള്ള ഓൺലൈൻ അപേക്ഷ ഇ ഗവേണൻസിന് ഉദാഹരണമാണ്. അതുപോലെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം അല്ലെങ്കിൽ ഏകജാലക അപേക്ഷ, അത് ഈ ഗവേണൻസിന് ഉദാഹരണമാണ്. ഇനി ഈ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉള്ളത്? അപ്പോൾ ഈ ഗവേണൻസ് കൊണ്ടുള്ള പൊതുജനങ്ങളുടെ നേട്ടങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഒന്നാമത് എന്താണ്? വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. അപ്പോൾ ഒന്നാമത് നമുക്ക് പറയാം, വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എന്ത് ചെയ്യാം? സേവനം നേടാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. അപ്പോൾ ഈ ഗവേണൻസിൻ്റെ പ്രത്യേകതയാണ് എന്തൊക്കെയാണ്? വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം, സേവനത്തിനായി സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ടതില്ല, സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഇതൊക്കെയാണ് ഏതിൻ്റെ നേട്ടങ്ങൾ? ഈ ഗവേണൻസിൻ്റെ നേട്ടങ്ങൾ. ഇനി അക്ഷയ കേന്ദ്രം, എല്ലാവരും പോകുന്നതും എല്ലാവരും കേൾക്കുന്ന കാര്യമാണ് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷയ കേന്ദ്രത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. അപ്പോൾ ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ആ ഒരു സംരംഭം, അതാണ് ഏത്? അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നതാണ് അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? അക്ഷയ കേന്ദ്രമാണെന്ന് പറയാം. ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. അപ്പോൾ ഇൻ്റർനെറ്റ്, അതുപോലെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ, ഇവയുടെ പ്രാഥമിക അറിവാണ് എന്തെന്ന് പറയുന്നത്? ഈ സാക്ഷരത എന്ന് പറയുന്നത്. ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഏത് ഗവൺമെൻറ് ഓഫീസ് ചെന്നാലും അവിടെ എന്ത് ലഭ്യമാണ്? ഈ സൗകര്യങ്ങൾ ലഭ്യമാണ്. കേരളത്തിൽ ഇതെല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു. ഈ സാക്ഷരത വ്യാപകമാകുന്നതോടെ ഈ ഗവേണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ തന്നെ എല്ലാവർക്കും നേടാം എന്നാണ് പറയുന്നത്. ഇനി അറിയാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷനാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു വിവരാവകാശത്തിൻ്റെ അപേക്ഷയിലൂടെയാണ് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടന്നത്. അപ്പോൾ ആ വിവരാവകാശത്തിനുള്ള മറുപടി നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിവരാവകാശ നിയമം 2005 പ്രകാരം നൽകിയ വിവരത്തിന് മറുപടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പരിചയപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാം. ഇതിനുള്ള അവസരം ഒരുക്കിയത് 2005 വിവരാവകാശ നിയമമാണ്. അപ്പോൾ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഈ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് ഏത് സംഘടനയാണ്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ്. ആ സംഘടനയുടെ പ്രവർത്തനമാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. അപ്പോൾ ഈ 2005 വിവരാവകാശ നിയമം നിലവിൽ വരാനായി വിവിധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും എന്ത് ചെയ്തു? ഇതിന് വഴിതെളിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ നമ്മുടെ പൗരന്മാർക്കെല്ലാം നമ്മൾ വിവരങ്ങൾ അറിയാനുള്ള അവകാശമാണ് ഈ വിവരാവകാശം ഉറപ്പുവരുത്തുന്നത്.
അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. അപ്പോൾ ഈ വിവരാവകാശ നിയമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഏത് ലക്ഷ്യമിടുന്നു? നമ്മളീ പറഞ്ഞ വിവരാവകാശ നിയമം ലക്ഷ്യമിടുന്നു. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതും ഏതിലൂടെയാണ്? ഈ നിയമത്തിലൂടെയാണ്. അടുത്ത് ഇൻഫർമേഷൻ കമ്മീഷൻ അഥവാ വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ ഏതാണ്? കേന്ദ്രതലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ടാകും. അപ്പോൾ വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാവും, 10ൽ കവിയാത്ത അംഗങ്ങൾ. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? 11 അംഗങ്ങളുണ്ടായിരിക്കും. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു അപേക്ഷ നൽകി, പക്ഷേ നമുക്ക് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവരാവകാശ കമ്മീഷന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ നൽകാം. അപ്പോൾ ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ, നമ്മൾ നൽകുന്ന അപ്പീൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? ഈ വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷൻ അധികാരമുണ്ട്. അപ്പോൾ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ എന്ത് ചെയ്യാൻ? പിഴ ചുമത്താൻ. അയാൾ കൃത്യമായ വിവരം നൽകുന്നത് വരെ ആർക്ക് അധികാരമുണ്ടെന്നാണ് പറയുന്നത്? നമ്മുടെ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഇനി എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ അറിയാൻ പറ്റും? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവരക്കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. അപ്പോൾ ഇത്രയും വിവരങ്ങൾ എന്താണ്? നമ്മളീ പറഞ്ഞ പൊതുവിവരത്തിൽ ഉൾപ്പെടും. ഇനി ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. ഇനി എന്തൊക്കെ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ല എന്നായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിനു മുമ്പും അത് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ എന്തൊക്കെ വെളിപ്പെടുത്തേണ്ടതില്ല വിവരാവകാശ നിയമപ്രകാരം? രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, പിന്നെ കോടതി പരിഗണനയിലുള്ളവ, വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങളൊന്നും എന്താണ്? വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതില്ല. ഇനി എന്താണ് സേവനാവകാശം എന്ന് തന്നിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ച് കാണുന്ന ബോർഡാണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊരു സർക്കാർ ഓഫീസിലെ ബോർഡാണ്. ഇനി എന്താണ്? ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്നും ലഭിക്കുക എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. അപ്പം എന്താണ് സേവനാവകാശ നിയമം എന്ന് പറഞ്ഞാൽ? സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് ഏത്? സേവനാവകാശ നിയമം.
ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. സേവന അവകാശ നിയമപ്രകാരം എല്ലാ സ്കൂളുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. അപ്പോൾ സേവന അവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ആരുണ്ടാവും? ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാവും. പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റ് നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ ചിലതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള രണ്ട് സ്ഥാപനങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ലോക്പാലും ലോക്പാലും മറ്റൊന്ന് ലോകായുക്തയും. അപ്പോൾ എന്താണ് ലോക്പാൽ എന്ന് പറഞ്ഞാൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാലും ലോകായുക്തയും. അപ്പോൾ ഭരണതലത്തിലും അതുപോലെ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാം, അത് ദേശീയ തലത്തിലാണെങ്കിൽ ലോക്പാലും സംസ്ഥാന തലത്തിലാണെങ്കിൽ ആരുമാണ്? ലോകായുക്തയുമാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ഏത്? നമ്മൾ പറഞ്ഞ ലോക്പാല്. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. അപ്പോൾ ലോക്പാലിനുള്ള അധികാരം എന്തൊക്കെയാണ്? പൊതുപ്രവർത്തകർക്കെതിരെ, ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തനം നടത്തുന്നവർ, ഉദ്യോഗസ്ഥർ, അവരൊക്കെ അവരുടെ മേൽ ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാൻ ആർക്കധികാരമുണ്ട്? ലോക്പാലിന് അധികാരമുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അപ്പോൾ സംസ്ഥാന തലത്തിലാണെങ്കിൽ ആ സ്ഥാപനം ഏതാണ്? അത് ലോകായുക്തയാണ്. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. അപ്പോൾ ഒരു കോടതിയാണ്, ഏകദേശം ഒരു കോടതി നടപടിയാണ് എവിടെ നടക്കുന്നത്? ലോകായുക്തയിലും ലോക്പാലിലും നടക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചാണ്. എന്താണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ? എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാം. അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഓഫീസിൻ്റെ സേവനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുന്നെങ്കിൽ താഴെ പറയുന്ന മേൽവിലാസത്തിൽ ബന്ധപ്പെടുക. ഇങ്ങനെയൊക്കെ എല്ലാ ഓഫീസുകളിലും വെച്ചിട്ടുണ്ട്. പക്ഷേ അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അഥവാ നമ്മുടെ ഏതാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷനാണ്. 1964 ഇത് നിലവിൽ വന്നത്. അപ്പോൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇത് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് രൂപം നൽകിയത്? കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലെ അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപം നൽകിയിട്ടുള്ളത്. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ആരുണ്ടാകും? ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ എല്ലാ ഓഫീസുകളിലും ആരുണ്ടായിരിക്കും? മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നു. വിജിലൻസ് ഓഫീസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷൻ്റെ ചുമതല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്തൊരു വിജിലൻസ് കമ്മീഷണറുണ്ട്. ഇനി എല്ലാ ഓഫീസുകളിലും ആരുണ്ടായിരിക്കും? ഒരു മുഖ്യ വിജിലൻസ് ഓഫീസർ ഉണ്ടായിരിക്കും. ഇവരൊക്കെ എന്താണ്? വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് ഈ കമ്മീഷൻ്റെ ചുമതല.
സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ മാതൃകയിൽ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. അപ്പോൾ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല എന്താണ്? സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. അടുത്ത് നമ്മൾ ഓംബുഡ്സ്മാനെ കുറിച്ചാണ് പറയുന്നത്. ഓംബുഡ്സ്മാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ടല്ലോ. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരൊക്കെയാണ്? ജനപ്രതിനിധികൾ, അതുപോലെ ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. ഇവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ദുർവിനിയോഗമോ നടത്തിയാൽ അല്ലെങ്കിൽ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ എന്ത് ചെയ്യാം? അതിനെതിരെ നമുക്ക് പരാതി നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ആരെയാണ്? സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിതനാകുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. അപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം? പരാതിയുമായി ആരെ സമീപിക്കാം? ഓംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും അതുപോലെ നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ പരാതി ലഭിച്ചാൽ ഓംബുഡ്സ്മാൻ എന്ത് ചെയ്യാം? അദ്ദേഹത്തെ വിളിക്കാനും അദ്ദേഹത്തെ വിളിച്ച് നടപടി ശുപാർശ ചെയ്യാനും ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട്? ഓംബുഡ്സ്മാൻ ഉണ്ട്. ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. ഇപ്പോൾ ഓംബുഡ്സ്മാൻ ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായിട്ട് ആദ്യം ആരംഭിച്ചത് ആരാണ്? ഓംബുഡ്സ്മാനാണ്. സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായാണ് കണക്കാക്കുന്നത്. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ അവകാശമാണെന്നുമുള്ള കാഴ്ചപ്പാടിൽ നമ്മുടെ പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ചാർട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പൊതുഭരണം? അപ്പോൾ പൊതുഭരണത്തെ നമ്മൾ എങ്ങനെയാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ച് പറഞ്ഞു, ഭരണ നവീകരണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം അതിൽ വരുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദത്തെ നമ്മൾ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം 3ആയിട്ട് തിരിച്ചു: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അതുപോലെ തന്നെ നമ്മൾ ഭരണ നവീകരണത്തിൽ എന്തൊക്കെ പറഞ്ഞു? ഇ ഗവേണൻസിനെ കുറിച്ച് പറഞ്ഞു, സേവനാവകാശത്തെക്കുറിച്ച് പറഞ്ഞു, ലോക്പാല്, ലോകായുക്ത, ഓംബുഡ്സ്മാൻ, ഇതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ്? അറിയാനുള്ള അവകാശം. അതുപോലെ അതിൽ വരുന്ന മറ്റൊരു ഇതാണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, ഇതൊക്കെ എന്താണ്? ഭരണ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൊതുഭരണം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ പ്രധാനമായിട്ടും എന്നാൽ ഇതിൽ നിന്ന് കറണ്ട് അഫേഴ്സ് ലെവലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ലോകായുക്ത, ലോക്പാല്, ഓംബുഡ്സ്മാൻ, ഇങ്ങനെയൊക്കെ വിവരാവകാശ കമ്മീഷണർ, ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, ഇതൊക്കെ നമ്മളോട് ചോദിക്കുന്ന കറണ്ട് അഫേഴ്സ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ലൈക്ക് ചെയ്യാതെയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയുമാണ് ആരെങ്കിലും കണ്ടിട്ടുള്ളതെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു.